ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചില സത്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി, ചില തിരിച്ചറിവുകൾ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു വിശദീകരിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഈമാനിന് വർധനവുണ്ടാകാനും ഈമാൻ ക്ഷയിച്ചു പോകുന്നതിൽ നിന്ന്, കുറഞ്ഞു പോകുന്നതിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകാനുമാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് മഴയെ സംബന്ധിച്ചാണ്. അത് അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തമാണ് മഴ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് മഴയെക്കുറിച്ച് അള്ളാഹു പറയുന്നു. മഴ വർഷിപ്പിക്കുന്നതാരാണ്? മഴ ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ തരത്തിൽ, എത്ര ടൈപ്പ് മഴയുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു പറഞ്ഞു. അത് ഓരോന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്തു. വ്യത്യസ്ത മഴക്ക് പറഞ്ഞ പേരുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത് ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക് മഴയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. അപ്പോൾ ആ നിലക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സന്ദേശം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? അള്ളാഹുവിനെ മഴ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്തായിരുന്നു? നമ്മൾ എഴുതിയതാണ്, നോട്ട് പുസ്തകത്തിൽ എഴുതിയതാണ്. മഴ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം അള്ളാഹുവിനെ ഒന്നാമത്തെ സന്ദേശം അള്ളാഹുവിനെ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നതാണ്. മഴ നൽകണ ഒന്നാമത്തെ സന്ദേശം അതാണ്. അള്ളാഹനെ മനസ്സിലാക്കുക. രണ്ട്, അതിൻ്റെ കൂടെ തന്നെ അള്ളാഹനെ മനസ്സിലാക്കുകയും ആരാധന അള്ളാഹുവിന് മാത്രം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാനുള്ള കാരണം എന്താ? മക്കത്തെ മുശ്രിക്കിന് മഴ ആരാണ് തരുന്നതെന്ന് ചോദിച്ചാൽ, മൻ നസല മിന സമാഇ എന്ന് ചോദിച്ചാൽ അവൻ എന്താ പറയാ? അള്ളാഹ് എന്ന് പറയും. പക്ഷെ എന്നിട്ടും അവൻ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുത്തില്ല. മനസ്സിലാവുണ്ടോ? മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് എന്ത് ചെയ്യണം? ആ മഴ നൽകുന്ന റബ്ബിന് മാത്രമായിരിക്കണം ഇബാദത്ത്, ആരാധന നൽകേണ്ടത്. അപ്പം മഴയെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഒന്നാമത്തെ സന്ദേശം അതാണ്. രണ്ടാമത്തെ സന്ദേശം എന്താണ്? അതാണ് നിങ്ങൾ പറഞ്ഞത് നേരത്തെ. എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സന്ദേശം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ആയത്തെ എടുത്ത് പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഈ ഭൂമിയിൽ ഒരുപാട് വസ്തുക്കൾ അവ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടികളൊക്കെയും അത്ഭുതകരമായ സൃഷ്ടികളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സൃഷ്ടിയാണ് ആര്? നമ്മൾ, മനുഷ്യൻ. അപ്പോൾ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ദുർബലനായി, നിസ്സഹായനായി എന്നതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ് അള്ളാഹു മഴയുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. അതിൻ്റെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു. അതെ, ഇനി എഴുതിക്കോളൂ. മൂന്നാമത്തെ സന്ദേശം. രണ്ട് സന്ദേശങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ സന്ദേശം ദുനിയാവിൻ്റെ നശ്വരത എന്ന് പറഞ്ഞാൽ ശാശ്വതല്ലായ്മ,
അത് സ്ഥിരമായിട്ട് എന്നൊന്നുമില്ല, അതാണ് നശ്വരത. നശിച്ചു പോകുന്ന അർത്ഥം, ദുനിയാവ് നശിക്കുന്ന അർത്ഥം, അതാണ്. ദുനിയാവിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നു, ദുനിയാവിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് ഓരോ മഴത്തുള്ളിയും വളരെ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. അതിൽ മൂന്നാമത്തെ സന്ദേശമാണ് നമ്മൾ ഈ ജീവിക്കുന്ന, മഴ വർഷിക്കുന്ന, മഴ പെയ്യുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, മഴ പെയ്യുന്ന ഈ ഭൂമി, മഴ നമ്മൾ ആസ്വദിക്കുന്നു, നമ്മൾ കാണുന്ന ഈ ഭൂമി ശാശ്വതമല്ല എന്നതാണ്. അപ്പോൾ ഭൂമി ശാശ്വതമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഭൂമി നശിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ല, ഭൂമി നശിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ളതെല്ലാം നശിക്കും എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? ഭൂമിയുടെ ഒരു ഭാഗമാണ് ആര്? നമ്മൾ. ഇതൊക്കെ നമ്മൾ പഠിക്കണത് നമ്മളിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ദുനിയാവ് നശിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുനിയാവിലുള്ളതെല്ലാം നശിക്കും എന്ന് പറഞ്ഞാൽ നമ്മളും നശിക്കും. ഇത് ഒരു മരം ഉണങ്ങിപ്പോയി, ഒരു മരം ഉണങ്ങി എന്ന് പറഞ്ഞാൽ ആ മരം മരിച്ചു എന്നർത്ഥം. മനസ്സിലായി പറഞ്ഞത്? ഒരു മരത്തിൽ കുറേ ഇലകളുണ്ട്, ആ ഇലകളുടെ ലോകമാണ് മരം. അതിൽ നിന്ന് ഓരോ ഇലകൾ കൊടിഞ്ഞു വീഴുകയാണ്, ആ ഓരോ ഇലകളും മരണപ്പെടുകയാണ്, തീരെയാണ്. ഇതുപോലെ ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് ആര്? നമ്മളും. അങ്ങനെ നമ്മളും കൊഴിഞ്ഞു പോകും, നമ്മളും മരണപ്പെടും. മനസ്സിലായിട്ടല്ല? ഇത് നമുക്ക് ബോധ്യപ്പെടണം. ഇത് ബോധ്യപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മൾ തിന്മകൾ ചെയ്യുക, നന്മകൾ ചെയ്യാതിരിക്കുക. എത്രമാത്രം ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നന്നാവും. അപ്പം മഴയുമായി ബന്ധപ്പെടുത്തി അള്ളാഹു പറയുന്നത് ഈ ഭൂമി ശാശ്വതമല്ല എന്നതാണ്. അപ്പോൾ ഭൂമി ശാശ്വതമല്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഒന്നും എന്തല്ല? ശാശ്വതമല്ല. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് സൂറത്ത് യൂനുസിലെ, അഥവാ 10-ാം അധ്യായം, അല്ല 57-ാം അധ്യായം, 57 സൂറത്ത് ഹദീദ്, 57-ാം അധ്യായത്തിലെ 16 മുതൽ 21 വരെയുള്ള ആയത്ത്, 16 മുതൽ 21 വരെയുള്ള ആയത്ത്. സൂറത്ത് ഏതാണ്? ഹദീദ്, അൽ ഹദീദ്, 57-ാം അധ്യായം. അതിലെ 16 മുതൽ 21 വരെ. കണ്ടെല്ലാവരും? കണ്ടോ? എന്നെല്ലാവരും ഓതണം കേട്ടോ. ഓത്ത് കേട്ടാൽ മാത്രം വരെ, കൂടെ ഓതുകയും ചെയ്യാം.
നമ്മൾ ഈ പറഞ്ഞ വിഷയം അള്ളാഹു തആല ശ്രദ്ധിക്കണേ, ഖുർആനാണ് പഠിക്കണത്. ഒരു 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 സെക്കൻഡ് പോലും അശ്രദ്ധമാവരുത്, ഇസ്തിമായി ചെയ്യണം. നമ്മൾ ഖുർആൻ പഠിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ വന്നു. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും ഹൈറായ കാര്യമാണ് ഇത്. നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഈ പറഞ്ഞ വിഷയം അള്ളാഹു ഒരു ഓർഡറായിട്ട് തന്നെ പറയണം. ഈ ആയത്തുകളുടെ അതിലിങ്ങനെ ഒരു ചങ്ങലയായിട്ട് അള്ളാഹു തആല കൊടുത്തിരിക്കുകയാണ് ഓരോ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ എന്തിൽ നിന്നാണ് ഈ കാര്യം പറഞ്ഞു തുടങ്ങിയത്? മഴ നൽകണ സന്ദേശം അല്ലേ? ഇപ്പോൾ മഴക്കാലം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മഴക്കാലം എന്ന് പറയുന്നത് ഒരു ഇഷ്ടപ്പെട്ട കാലമാണ്. അത് ദുരന്തങ്ങളും അപകടങ്ങളും ഒന്നുമില്ലെങ്കിൽ മഴക്കാലം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു നല്ല മഴ പെയ്യുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ചാൽ, ഒരു നല്ല വെയിലുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിനേക്കാൾ മനോഹരം നല്ല മഴയുള്ള ഒരു വീഡിയോ ഒരു രംഗം കാണുന്നതായിരിക്കും അല്ലേ? വളരെ മനോഹരമാണ്. ഒരു കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന ഒന്നാണ് മഴ എന്ന് പറയുന്നത്. മഴക്കാലം അങ്ങനെ തന്നെയാണ്. എന്നാൽ മഴ രണ്ട് രൂപത്തിൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് കേവലം ഈ ദുനിയാവിൻ്റെ ഭംഗി കാണാൻ വേണ്ടി മാത്രം മഴയെക്കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ. ഇപ്പം കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നു. ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനത്തേക്ക് ആളുകൾ പോകുന്നതിനേക്കാൾ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക സീസൺ, ഇപ്പോൾ കേരളത്തിലെ സീസൺ എന്ന് പറഞ്ഞ് വരികയാണ്. ഒരു പ്രത്യേക സമയം പറഞ്ഞ് അതും ചില പ്രത്യേക ഏരിയകളെ തേടി അവർ പോവുകയാണ്. ആ ഏരിയകളിൽ മഴക്കാലമാണ്, മഴ പെയ്യുന്നു എന്നതൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മഴയെ വെറും ഭൗതികമായ കണ്ണുകൊണ്ട് മാത്രം കണ്ട് അതിൻ്റെ ഭംഗിയും മറ്റും ആസ്വദിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്, അതായത് മഴ അള്ളാഹു ഇറക്കിയതാണ്. ഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ അല്ല, നമ്മൾ പഠിച്ചായത്ത് മഴ കൊണ്ടാവാനും തടഞ്ഞു വെക്കാനും നിർത്തിവെക്കാനും ആർക്ക് പറ്റും? അള്ളാഹ്ക്ക് പറ്റും. അത് കൃത്യമായ ഖദർ അനുസരിച്ച്, അത് ഇത്ര ഗാലൻ വെള്ളം, ഇത്ര സെൻറ്റിമീറ്റർ മഴ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇത്ര സെൻറ്റിമീറ്റർ മഴ വർഷിച്ചു, കാലിക്കറ്റ് എയർപോർട്ടിൽ ഇത്ര സെൻറ്റിമീറ്റർ മഴ വർഷിച്ചു എന്ന് ഓരോ സ്ഥലത്തെയും പ്രതിപാദിച്ചുകൊണ്ട് കൃത്യമായ അതിൻ്റെ കണക്ക് പറയണം. ഇത്ര സെൻറ്റിമീറ്റർ അതിപ്പോഴാണ് ഉണ്ടായത്. ഈ സെൻറ്റിമീറ്റർ തന്നെയാണ് അള്ളാഹ് ഈ പറഞ്ഞ ഖദർ. ഇത് നമ്മൾ പറഞ്ഞ ഫസ്കന്നാഹു അള്ളാഹു ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നതിൻ്റെ ഖദർ അനുസരിച്ച്, കണക്കനുസരിച്ചാണ്. ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹിൻ്റെ ഖദറിലില്ലാതെ ഭൂമിയിൽ പെയ്യണില്ല. അതാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത്. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യം നമുക്ക് ഈ മഴ കാണുമ്പോൾ ചില പാഠങ്ങൾ ചില ആൾക്കാർക്ക് കിട്ടുന്നു. ചിലത് കണ്ണിൽ കണ്ടിട്ട് ആ കണ്ണിൻ്റെ ഭംഗി, ആ കാഴ്ചയുടെ ഭംഗി തീർന്നാൽ തീർന്നു. എന്നാൽ ചില ആളുകൾക്ക് ആ കാഴ്ച ചില ഉൾക്കാഴ്ചകൾ നൽകുന്നു. എന്താണ്? കണ്ണിൻ്റെ കാഴ്ച ചില ഉൾക്കാഴ്ചകൾ നൽകുന്നു. അതാണ് ബസീറത്ത് എന്ന് പറയുന്നത്. ആ ഉൾക്കാഴ്ചയാണ് ഖുർആൻ നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഓരോന്നും പാഠമാണ്. മഴ വർഷിപ്പിക്കുന്ന അള്ളയാണെന്ന ഒന്നാമത്തെ പാഠം. അള്ളാനെ മാത്രം ആരാധിക്കണം എന്നതാണ് ആ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തത് ഒരുപാട് സൃഷ്ടിജാലങ്ങൾ ഈ മഴയിലൂടെ ഭൂമിയിൽ ഉണ്ടാകുന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ പാഠം ഈ ഭൂമി എന്തല്ല, ഈ ദുനിയാവ് ശാശ്വതമല്ല എന്ന കാര്യമാണ് അല്ലേ? ഇത് എവിടുന്ന് കിട്ടണം? നമുക്ക് എവിടുന്ന് കിട്ടണം? മഴയെക്കുറിച്ചുള്ളൊരു കവിത, മഴ എന്ന സബ്ജക്റ്റ് ഒരു കവിത എഴുതിയാൽ ആ കവിത എന്ന് കിട്ടുമോ? മഴക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഗദ്യമോ വായിച്ചാൽ അതിന് കിട്ടുമോ? ഇല്ല, കിട്ടൂല. മറിച്ച് അള്ളാഹു പറയുന്നു, നോക്കി നിങ്ങൾ. ഒന്നാമത്തെ, അത് ഞാൻ പറഞ്ഞത്, ഈ ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ആയത്ത് എടുത്തത്? ഈ ആയത്ത് എടുത്തതിൻ്റെ കാരണം എന്താണ്? മഴ നൽകുന്ന സന്ദേശങ്ങളിൽ മൂന്നാമത്തെ സന്ദേശം ഈ ഭൂമി ശാശ്വതമല്ല എന്ന് പറയാനാണ്. ഭൂമി ശാശ്വതമല്ലെങ്കിൽ ഭൂമിയിലെ ഒന്നും ശാശ്വതമല്ല. അപ്പം നമ്മളും എന്തല്ല, ശാശ്വതമല്ല എന്ന തിരിച്ചറിവാണ് അല്ലേ? അത് എവിടുന്ന് കിട്ടണം? ഖുർആനിൽ കിട്ടണം. അപ്പം അള്ളാഹ് ആദ്യം അതാ പറഞ്ഞത്. ആദ്യം തന്നെ അള്ളാഹ് മഴനെക്കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് നോക്കി നിങ്ങൾ ആയത്ത് വായിക്കി കണ്ടോളി. അലം യഅ്നി ലില്ലദീന ആമനു, വായിക്കുന്ന സ്ഥലത്ത് കൈവെക്കണം, ശ്രദ്ധിക്കണം. അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിന ഈമാനുള്ള ആളുകൾക്ക് ഇനിയും സമയമായില്ലേ എന്നുള്ള ചോദിക്കണത്. എന്താണ്? കീഴൊതുങ്ങാൻ, മടങ്ങി വരാൻ ഇനിയും സമയമായില്ലേ എന്നാണ് ആ ചോദ്യം.
ആർക്ക്? അലം യഇനി ലില്ലദീന ആമനു, മുഅ്മിനുകൾക്ക്. നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. അപ്പൊ ഈമാനുള്ള മുഅ്മിനുകളായ ആളുകൾക്ക് കീഴൊതുങ്ങി മടങ്ങി വരാൻ ഇനിയും ടൈമായില്ലേ, സമയമായില്ലേ? ഒരു ചോദ്യമാണ്. നമ്മൾ സാധാരണ ഈ മാതാപിതാക്കളൊക്കെ രക്ഷിതാക്കളൊക്കെ കുട്ടികളോട്, അധ്യാപകരൊക്കെ വിദ്യാർത്ഥികളൊക്കെ ചോദിക്കുന്ന ചോദ്യം, ഇനിയും അങ്ങ് പഠിക്കാനായില്ലേ, ഇനിയും ചിന്തിക്കാനായില്ലേ, ഇനി എങ്ങോട്ട്? അതൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ചോദിക്കുക, അല്ലേ? ഇനിയും നിനക്ക് ചിന്തിക്കാൻ പറ്റിയില്ലേ, ഇനിയും പഠിക്കാത്തത് എന്താന്ന് ചോദിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്, അല്ലെ? അതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കണം, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് വിനയത്തോടെ മടങ്ങി വരാൻ സമയമായില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, വമാ നസല മിനൽ, വമാ നസല മിനൽ ഹഖ്, അള്ളാഹു ഇറക്കി തന്ന ഈ ഖുർആനിലേക്കും, വമാ നസല മിനൽ, അള്ളാഹു ഇറക്കി തന്ന ഈ സത്യം, അതേതാ? ഈ ഖുർആൻ. ഈ ഖുർആനിലേക്കും മടങ്ങി വരാൻ സമയമായില്ലേന്ന്. ഖുർആനിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അല്ലേ? അല്ലേ? നമ്മൾ കുറേ കാലം മുമ്പ് പഠിച്ചൊരു സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താന്നുള്ളത്. ഖുർആനിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഖുർആനിന് നമ്മൾ പോയിക്കണ്, ഖുർആനിന് പോയിക്കണ്, അല്ലെങ്കിൽ സമൂഹം പോവുകയാണ്. ഇന്നിപ്പം ആലിം മൗലൂദൊക്കെയാണ് മനുഷ്യന്മാർ ഓതുന്നത്, ഖുർആനേക്കാൾ ബഹുമാനിച്ച് ആദരിച്ച്. ഖുർആനല്ല മനുഷ്യന്മാർ ഓതുന്നത്. ഖുർആൻ ഓതാൻ ഒരു പ്രത്യേക മാസമോ ദിവസമോ സമയമൊന്നുമില്ല. ഖുർആൻ എപ്പോഴും ഓതണം. ലാ തജ്അലു ബുയൂത്തക്കും മഖാബിറ, നിങ്ങളെ വീടിനെ ഖബർസ്ഥാനാക്കരുത്. വീടുകളെ ഖബർസ്ഥാനാക്കരുത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലമാണ് ഇവിടെ ഖബർസ്ഥാന്. അതുപോലെ വീടാക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിലെപ്പോഴും എന്ത് ഓതണം? ഖുർആൻ ഓതണം. ഖുർആനുമായി നമുക്ക് എപ്പോഴും ബന്ധം വേണം. അപ്പൊ ഖുർആനിൽ നിന്ന് പോയ ആൾക്കാർ ഖുർആനിലേക്ക് ഇനിയും തിരിച്ചു വരാൻ ഇനി എപ്പോഴാണ് കാത്തിരിക്കണമെന്ന് ചോദിക്കണത്. അടുത്ത ക്ലാസ്സിന് പോകാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എന്താവൂല, സമയം കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ അണ്ണാനഗറിലും നമ്മളെ MMAയിലും വരുന്ന നമ്മളെ ജുറൈജ്, അക്ബർ ട്രാവൽസിലെ ജുറൈജിന്റെ വോയിസ് ഇന്നലെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്നലെ ഉച്ചക്ക് പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ ആ വാർത്ത വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ചോദിച്ചു, അല്ല വാപ്പാക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു, സുഖമില്ലാതെ കിടക്കായിരുന്നു, അത്ര വയസ്സുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരു അസുഖമില്ല വാപ്പാക്ക്, വയസ്സുണ്ട് പക്ഷെ ഒരു അസുഖമില്ല, ഒരു അസുഖം, ശാരീരികമായി കിടക്കേ ക്ഷീണിക്കേ ഒരു ഡോക്ടറെ കാണിക്കൊന്നുമില്ല, സാധാരണ ചെറുപ്പക്കാർ നടക്കണ പോലെ നടക്കുന്ന മനുഷ്യനാണ്, ഒരു അസുഖമില്ല. ഇന്നലെ ഉച്ചക്ക് അദ്ദേഹം പറയണേ, ഉമ്മി ഇപ്പയും കൂടി മരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ജുറൈജ് പറയണേ, ഉപ്പി ഉമ്മി ഇരുന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയാൻ നേരത്ത് പെട്ടെന്നൊരു വേദന പോലെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് തോന്നി, ഇതൊരു സാധാരണ വേദന എല്ലാം തോന്നി. പെട്ടെന്ന് തൊട്ടടുത്ത് പെങ്ങളെ കല്യാണം കഴിച്ച വീട്ടിലെ കാറുണ്ട്, പെട്ടെന്ന് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് കൈ കഴുകി കാറിൽ കയറി ആശുപത്രി പോയപ്പോഴേക്കും മരണപ്പെട്ടു. അപ്പം രാവിലെ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിച്ചു, ഉച്ചക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇന്നലെ രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഇല്ല. ഇന്നിപ്പോൾ 11 മണിക്ക് അദ്ദേഹത്തിന് മയ്യത്തെടുത്തു. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനും ഇല്ല. അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യം നമ്മളെ മനസ്സിലുണ്ടാവണം. ഭൂമി ശാശ്വതമല്ല, ഭൂമിയിലുള്ള ഒരു വസ്തുക്കളും ശാശ്വതമല്ല, നമ്മളും ശാശ്വതമല്ല. അപ്പം അള്ളാഹ് ചോദിക്കുന്നത് എന്താണ്? നമ്മളെ മരിച്ചാലും മരിച്ചതിന് ശേഷമുള്ള ലോകത്തിൻ്റെ അവസ്ഥ എന്താ? ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി, ഓരൊക്കെ അവസ്ഥ എന്താ? നമുക്കാർക്കും അറിയില്ല. അറിയോ? നമുക്കാർക്കും അറിയാനൊരു വകയില്ല, വകുപ്പില്ല. നമ്മളത് മരിച്ചാലും നമ്മളെ മക്കൾക്കും നമ്മൾ മരിച്ചതിനെ കുറിച്ച് ആലോചിച്ച് കരയാന്നല്ലാതെ വാപ്പാൻ്റെ മരണശേഷം വാപ്പാൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയില്ല, ഒരു ഉമ്മാൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ആർക്കും അറിയാൻ പറ്റൂല. നമുക്ക് മാത്രം, മരിച്ച വ്യക്തിക്ക് മാത്രം അത് അനുഭവിക്കാൻ കഴിയുള്ളൂ. മനസ്സിലാണ്ടല്ലോ? ഈ ഒരു ബോധം അള്ളാഹ് പറയണത്, ഇനിയും നിങ്ങൾക്ക് മടങ്ങി വരാൻ സമയമായില്ലേ. അപ്പം മരണത്തിന് ശേഷം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് ഖുർആനായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെന്താ? കുറച്ചൊക്കെ ഒരു ബോധവും കുറച്ചൊക്കെ ഒരു തക്വയും കുറച്ചൊക്കെ ഒരു ഈമാനും അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. അത് ഖുർആനിനെ കിട്ടുള്ളൂ. ഖുർആനല്ലാത്ത ഒന്നിൽ നിന്നും നിങ്ങൾക്ക് ഈമാനും തക്വയൊന്നും കിട്ടൂല. മരിച്ചതിന് ശേഷമുള്ള ജീവിതം നന്നാകണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്?
മരിക്കണത് വരെ നമ്മളെ ജീവിതം നന്നാവണ്ടേ? മരിക്കണത് വരെ നമ്മളെ ജീവിതം നന്നായാലേ മരിക്കുന്ന ശേഷമുള്ളത് നന്നാവുള്ളൂ. അപ്പൊ എന്ത് വേണം? മരിക്കണത് വരെ നന്നാകണമെങ്കിൽ നമ്മളെ നന്നാക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, എന്ത്? ഖുർആൻ. ഇതിനെ പറ്റുള്ളൂ. ഇത് നമുക്കൊരു കുറച്ച് ബോധം നൽകുന്ന സംഗതി. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ചിലപ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ പോവുക, നമ്മളെ മനസ്സ് മാറി. പിന്നെ അടുത്തൊരു ഖുർആൻ ക്ലാസ് വരുമ്പോൾ വീണ്ടും നമ്മളെ മനസ്സ് ഇതിലേക്ക് തന്നെ വരികയാണ്. ഇങ്ങനെ പോകുന്ന നമ്മളെ കൺട്രോൾ ചെയ്ത് പിടിക്കുന്ന സാധനമാണ് ഇത് ഖുർആൻ. അപ്പൊ ഇത് ഒഴിവാക്കിയാലോ, ഇത് വിട്ടാലോ നമ്മൾ പറ്റ പുറത്തം വിട്ടു പോകും. അപ്പൊ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യതാണ്, നിങ്ങൾക്ക് മടങ്ങി വരാൻ സമയമായില്ലേ? അൻ തഖ്ശാ ഖുലൂബുഹും, നിങ്ങളെ ഹൃദയത്തിലാണ് എന്ത് വേണ്ടത്? ഖുശൂ വേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, പടച്ചോനെ നിന്നെ പേടിക്കാത്ത, ഖുശൂ ഇല്ലാത്ത ഒരു ഹൃദയമാണ് എൻ്റെ ഹൃദയമെങ്കിൽ. നിസ്കാരത്തിൽ എന്ത് വേണം? ഖുശൂ വേണം. നിസ്കരിക്കാൻ വേണ്ടി കയ്യെട്ടിയാലേ ഖുശൂ ഒന്നുമില്ല. നിസ്കാരമുണ്ട്, റുക്കൂഉം സുജൂദൊക്കെ കഴിഞ്ഞു, പക്ഷെ ഖുശൂ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ നിസ്കാരാണെങ്കിൽ കാക്കു പടച്ചോനെ. അതാണ് കൽബ് ഖാശിഅ ആകണം എന്ന് പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ. രണ്ട് പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ഖാശിഅൻ, പടച്ചോനെ ഖുശൂ ഉള്ള ഹൃദയം ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, പടച്ചോനെ ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിൽ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അണ്ട, ഒന്ന് കാവലിനെ ചോദിക്കുന്നു, ഒന്ന് ചോദിക്കുന്നു. ചോദിക്കുന്നത് ഖാശിഅയ കൽബ്, പേടിയുള്ള ഹൃദയം. കാവലിനെ ചോദിക്കുന്നത് പേടില്ലാത്ത ഹൃദയം. അപ്പൊ അള്ളാഹ് പറയാ, ഇനിയും നിങ്ങൾക്ക് മടങ്ങി വരാൻ സമയമായില്ലേ? എവിടേക്ക്? നിങ്ങളെ ഹൃദയത്തിലേക്ക് കുറച്ചൊക്കെ ഖുശൂ കൊണ്ടുവരാനും അള്ളാഹ് ഇറക്കി തന്ന ഈ ഗ്രന്ഥത്തിലേക്ക് മടങ്ങി വരാനും സമയമായില്ലേ? ബാക്കി വലായക്കൂനു, നിങ്ങൾ ആവാതിരിക്കാനും. വലായക്കൂനു, ആവാതിരിക്കണം. അവരെങ്ങനെ ആവരുത്? കല്ലദിന ഊത്തുൽ കിതാബ് മിൻ ഖബൽ, മുമ്പ് ഗ്രന്ഥം കൊടുത്തോലെ പോരാവരുത്. മുമ്പുള്ള ആൾക്കാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതേപോലെ കിതാബ് കൊടുത്തിട്ടുണ്ട്. ഓലെ പോലെ നിങ്ങൾ ആവരുത്. എന്താ അങ്ങനെ പറഞ്ഞത്? ഓർക്ക് എന്തേ പ്രശ്നം? എന്തുകൊണ്ടുണ്ടായില്ല ഖുശൂ? ഓല് പഠിച്ചില്ല, വേദഗ്രന്ഥം പഠിച്ചില്ല. ആര് പഠിച്ചില്ല? സാധാരണക്കാർ പഠിച്ചില്ല. അവർ ഇത് ആർക്ക് വിട്ടുകൊടുത്തു? ആലിമീങ്ങൾക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ ഓലെന്താക്കി? ഹലാല് ഹറാമും ഹലാലൊക്കെ ഓലാണ് മാറ്റി. ചോദ്യം ചെയ്യാൻ സാധാരണക്കാരുണ്ടായില്ല. സാധാരണക്കാർ ചോദ്യം ചെയ്യുകയാണെങ്കിൽ, കുറച്ച് ബോധവും അറിവുള്ള സാധാരണക്കാരാണെങ്കിൽ ചോദിക്കൂലേ? ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു മൗലവി പലിശ ഹലാലാക്കി. അയാളെ പേരെന്നെ പലിശ മൗലവി എന്നാണ്. പലിശ ഹലാലാക്കിയാൽ, അപ്പം ഹലാലാക്കിയപ്പം വിവരമുള്ള സാധാരണക്കാർ ചോദ്യം ചെയ്തു, ഖുർആനിലെ ആയത്തെടുത്ത് ചോദ്യം ചെയ്തു. അപ്പം എന്താക്കിയാൽ തിരുത്തി ആയത്തിലെ അക്ഷരം മാറ്റി ഒരു പണ്ഡിതൻ. അള്ളാഹുവിൻ്റെ റസൂലിനോട് റസൂൽ പ്രാർത്ഥിക്കുന്നു എന്നത് റസൂലിനോട് പ്രാർത്ഥിക്കാനാക്കാൻ വേണ്ടി റസൂലു എന്നത് റസൂലാന്നാക്കി. ലു എന്നുള്ളത് ലാന്നാക്കി. എന്തായി? റസൂല് പ്രാർത്ഥിക്കുന്നു എന്നതും റസൂലിനോട് പ്രാർത്ഥിക്കുന്നു എന്നതും വ്യത്യാസമില്ലേ? ഇല്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ദുആ ചെയ്യാണ്. അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ലേ? അല്ലെ? റസൂൽ ദുആ ചെയ്യുന്നു എന്നതും റസൂലിനോട് ഒരാൾ ദുആ ചെയ്യുന്നു തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ലേ? അതിന് അറബിയിൽ ഒരു ഹറക്കത്ത് മാറ്റിയാൽ മതി. ലൂ എന്നുള്ളത് ലാന്നാക്കിയാൽ മാറ്റി. ലൂ എന്ന് പറഞ്ഞാൽ റസൂലു എന്ന് പറഞ്ഞാൽ റസൂൽ ദുആ ചെയ്യുന്നതാ. റസൂൽ ലാന്നാക്കിയാലോ അതിന് ആ അർത്ഥം കിട്ടാൻ വേണ്ടി ഖുർആനിലെ റസൂൽ എന്നുള്ള റസൂലാന്നാക്കി. സാധാരണക്കാർ ഖുർആൻ പഠിച്ച ആൾക്കാരുള്ളതും ഒരു പിടിച്ച് ചോദ്യം ചെയ്തു. അതാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പ്രത്യേകത. തൗറാത്തിലും ഇഞ്ചിയിലും അത് ഇല്ലേനി. അതുകൊണ്ട് ഓരെന്താക്കി? ഇഷ്ടപ്രകാരം മാറ്റി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ട? അപ്പോൾ നിങ്ങൾ മുൻപ് വേദഗ്രന്ഥം കൊടുത്തവരെ പോലെ ആവരുത്. അത് പഠിക്കാതിരിക്കരുത്. ഓരോരുത്തരും പഠിക്കണം. ഇതൊരു മൗലവിക്ക് മാത്രം ബാധ്യതയല്ല, എല്ലാവർക്കും ബാധ്യതയാണ്. മനസ്സിലായി പറഞ്ഞത്? അതുകൊണ്ടാണ് ഇത് പഠിച്ച ആൾക്കാർ ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പഠിച്ച എല്ലാ ആൾക്കാരും ഉസ്താദുമാരാവണം. അതാർക്ക്? ഇപ്പൊ ഇവിടെ വന്ന ഈ ആയത്ത് പഠിച്ച ഒരു ഭർത്താവ് ഭാര്യ ഇവിടെ ഇല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് ഇവിടുന്ന് പഠിക്കണം എന്ന് പറയണത്. അങ്ങനെ ഓരോരുത്തരും ഇത് പറഞ്ഞു കൊടുക്കണം. ഓരോരുത്തർക്കും ഇതിന്റെ ബാധ്യത ഉണ്ട്. ബാക്കി
അപ്പൊ ഇവരെന്താക്കി, ഇവരിങ്ങനെ പഠിക്കാതിരുന്നപ്പോ ഫത്താല അലൈഹിമുൽ അമദു. എന്താ അതിന്റെ അർത്ഥം? ആയത്തുകൾ കാണില്ലേ? കാണണ്ട. കാലദൈർഘ്യം അവരെ ബാധിച്ചു. കാലദൈർഘ്യം ബാധിക്കാന്ന് പറഞ്ഞാൽ എന്താ? കാലദൈർഘ്യം എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച പോവാം, പിറ്റത്താഴ്ച പോവാം, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പോവാം. അങ്ങനെ എന്തായി? കാലം നീണ്ടു പോയി. അങ്ങനെ നീണ്ടുപോയ എന്താ പ്രശ്നം എന്നറിയോ? ബാക്കി വായിക്കേ. ഇപ്പൊ കസത്ത് ഹൃദയം കടുത്തു പോകും. ഹൃദയം നേരത്തെ പറഞ്ഞ ഹൃദയത്തിൽ ഖുശൂ ഉണ്ടാകണമെന്നല്ലേ? ആ ഖുശൂവിൻ്റെ സ്ഥാനത്ത് കസ്വത്തായിട്ട് മാറും. പിന്നെ ഹൃദയം കടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ല, ഹൃദയം കടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഈമാനോ തഖ്വയോ ഖുശൂ ഒന്നും ഉണ്ടാവില്ല. എന്ത് തോന്നിയാസം ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. അതാ തൊലിക്കട്ടി എന്നൊക്കെ നമ്മൾ പറയല്ലോ. എന്ത് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. ഹൃദയം കടുത്തുപോയി. ഇപ്പൊ കസത്ത് കുലൂബുഹും. ഈ മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാരിൽ ഒരു വിഭാഗമാണ് ആര്? ജൂതന്മാർ അല്ലേ? ആണോ? അവരെ ഹൃദയകാഠിന്യം നോക്കിങ്ങൾ. പിഞ്ച് മക്കളെ ബോംബിട്ടാണ്ട് കൊല്ലുകയാണ്. എപ്പോഴാ ബോംബിടണ അറിയാം? 12 മണിക്ക്. എന്താ? അവിടെ ഗസയിൽ സ്കൂൾ ഷിഫ്റ്റ് സമയം, കുട്ടികൾ ഒരു ബാച്ച് കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയം, ഒരു ബാച്ച് കുട്ടികൾ വരണ സമയം. ആ സമയത്താണ് ബോംബിടണത്. ആ സമയം നോക്കിയിട്ട് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ, ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചപ്പം അതിൽ 2/3 ഭാഗം കുട്ടികളാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ കൊല്ലുന്നത്? അല്ലേ? അപ്പൊ അത്രയും കഠിന ഹൃദയരാണ്. ആ ഹൃദയ കാഠിന്യം, അതാ അള്ളാഹ് പറഞ്ഞത്. നമ്മളൊക്കെ അങ്ങനെ ആയിട്ട് മാറും. ഹൃദയം കടുത്തവരായിട്ട് മാറും. നമുക്ക് ഒരു ആർദ്രതയും ഒരു സ്നേഹവും വാത്സല്യവും ഒരു അനുകമ്പയും ഒരു കാരുണ്യവും ഇല്ലാത്ത ഹൃദയത്തിൻ്റെ ആൾക്കാരായിട്ട് നമ്മൾ മാറും. പക്ഷെ ഖുർആനായിട്ട് നൽകുമ്പോൾ എന്താ പറയുക? നമ്മൾ ഹൃദയം എന്ത് ചെയ്യും? തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല. ഈ ആയത്തിൻ്റെ വേറെ തദബ്ബുർ സൂറത്ത് സുമർ. ഹൃദയവും അവരുടെ തൊലിയുമൊക്കെ മയപ്പെടും, കട്ടിക്കുറയും. തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹ് പറഞ്ഞ അൻ തഖ്ശാ ഖുലൂബുഹും അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ല. കണ്ടാ? അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് മയപ്പെട്ട് വരിക. അപ്പൊ ശരി, ഹൃദയം കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ. അവരിൽ ഭൂരിപക്ഷ ആളുകളും തമ്മാടികളാണ്. ഫാസിഖ് എന്ന് പറഞ്ഞ തമ്മാടികൾ, അധർമ്മകാരികൾ. ഈ ജൂതന്മാർ ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും, അക്സർ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഫാസിഖ്യങ്ങളാണ്, ദുർമാർഗികളാണ്. ആ അവസ്ഥയിലേക്ക് മാറി. ബാക്കി ഇഅ്ലമു, മനസ്സിലാക്കിക്കൊള്ളുക. കണ്ട, വല്ലാത്തൊരു ഓർഡറാണ് ഈ ആയത്തിൻ്റെ. ഇഅ്ലമു, നന്നായി മനസ്സിലാക്കണം. അന്നല്ലാഹ, തീർച്ചയായും അള്ളയാണ് യുഹീൽ അർള, ഭൂമിയെ ജീവിപ്പിക്കുന്നത്, ബഅദ മൗതിഹ, അതിൻ്റെ മരണത്തിന് ശേഷം. ഭൂമിയിൽ പലതും മരിക്കുന്നുണ്ട് അല്ലേ? ഭൂമിയിൽ പലതും മരിക്കണില്ല. എത്ര ചെടികൾ മരിച്ചു ഇല്ലേ? എത്രയോ ചെടികൾ മരിച്ചില്ലേ? എങ്ങനെ ചെടി മരിച്ചത്? വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയില്ലേ? എന്നിട്ട് ആ ചെടി വീണ്ടും മുളക്കണില്ലേ? അല്ലേ? അത് എപ്പോഴാ മുളച്ചത്? സുബ്ഹാനല്ലാഹ്, എപ്പോഴാ മുളച്ചത്? മഴ പെയ്തപ്പം അല്ലേ? മഴ പെയ്തപ്പോൾ ആ ചെടി വീണ്ടും മുളച്ചില്ലേ? ഉണങ്ങിയ പ്രദേശത്തെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്നു അല്ലാഹ്. ഈ ഭൂമിയിൽ എത്ര സ്ഥലത്തുണ്ട് അങ്ങനെ? നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. നാട്ടിൽ കൂടെ നടക്കണില്ലേ? ഇല്ലേ? ആ ഒരു പാടത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ രണ്ട് ഭാഗത്തും പാടാണ്. ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ കുട്ടികൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും. അവിടെ ഉണങ്ങി തരിച്ച് കിടക്കുകയാണ് അല്ലേ? ജൂൺ മാസത്തിൽ മഴ പെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ എന്തായി? പച്ചപ്പ് വന്നു. കണ്ടില്ല? ചെടികളൊക്കെ മുളച്ചു. സുബ്ഹാനല്ലാഹ്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാത്തി. നിങ്ങൾക്ക് അല്ലാഹ് ഇങ്ങനെ ആയത്ത് വിശദീകരിച്ച് തരികയാണ്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാത്ത്, നിങ്ങൾക്ക് അല്ലാഹു ആയാത്തുകൾ വിശദീകരിച്ച് തരികയാണ്. എന്തിന്? ലഅല്ലക്കും തഅഖിലൂൻ. കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം പോരാ. കണ്ണിന്റെ കാഴ്ച ചിന്തയെ ഉണർത്തണം, തലച്ചോറ് ഉണരണം, ചിന്തിക്കാൻ വേണ്ടി. അപ്പോൾ വെറും ഭൂമി ഈ പച്ചപ്പ് കണ്ട് മഴ കണ്ട് ഇങ്ങനെ ഭംഗി ആസ്വദിച്ചാൽ പോരാ. അതിൻ്റെ പിന്നിൽ ഒരു സത്യമുണ്ട്, പാഠമുണ്ട്. അത് ഉൾക്കൊള്ളണം. ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാത്തി. ധർമ്മനിഷ്ഠരായ പുരുഷന്മാരും സ്ത്രീകളും ധർമ്മം കൊടുക്കണം. ധർമ്മം കൊടുക്കാതിരിക്കലപ്പോഴാ ഈ ഭൂമി പറ എന്നും നമ്മളെയും
നമ്മളെ സമ്പത്തും ശാശ്വതാക്കും എന്നുള്ള ധാരണ അല്ലേ? എടുത്തണ്ട് കൊടുക്കാൻ പിശുക്ക് കാണിക്കൽ ആരാ? ആർക്കാ തോന്നാതിരിക്കാം? ഇത് നമ്മളെ യഹ്സബു അന്ന മാലഹു അഖല, അവൻ വിചാരിക്കുന്നു, യഹ്സബു അന്ന മാലഹു, അവന്റെ മുതല് അഖലത്, അവനോട് ശാശ്വതമാക്കുന്നു, ശാശ്വതമാക്കുമെന്ന് വിചാരിക്കുന്നതിനെ കൊടുക്കാതിരിക്കുക. അപ്പൊ അതിന്റെ ഈ ആയത്തിന്റെ ഓർഡർ നോക്കി നിങ്ങൾ. ആണും പെണ്ണും, ആണുങ്ങൾ മാത്രമല്ല ധർമ്മം കൊടുക്കണ്ടേ, ആ പെണ്ണും ഓളെ ഇൻ്റെതാന്ന് പറഞ്ഞാണ്ട് ഓളെ സ്വർണം മുഴുവനും മേട്ടിച്ച് നടക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ തൊടാൻ സമ്മതിക്കൂല. ഇതുവരെ ഒരു മോതിരം പോലും കൊടുത്തിട്ടില്ല, അത് ഓളതാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. സഹാബി വനിതകൾ സ്വർണത്തിന്റെ മാലകളും സ്വർണത്തിന്റെ മോതിരമൊക്കെ ഊരിക്കൊടുത്തു, സ്വതക്ക കൊടുത്തു. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം റസൂലുള്ള സ്ത്രീകളെ ഭാഗത്തേക്ക് പ്രത്യേകം ചെന്നിട്ട് എന്താ പറഞ്ഞറിയോ? നരകത്തിൽ നിങ്ങളാണ് കൂടുതൽ കാണുന്നത്, അതുകൊണ്ട് ഒരു കാരക്കന്റെ ചീളെങ്കിലും ദാനം ചെയ്താളിന്ന്, ഒരു കാരക്കന്റെ ചീളെങ്കിലും ധർമ്മം ചെയ്തിട്ട് നരകത്തെ തടിനെ കാത്തോളിയെന്ന്. കാരണം ഈ ഭർത്താവ് നാളെ ഈ ഭാര്യന്റെ തടി കാക്കാൻ ഉണ്ടാവൂല. ഭർത്താവ് എന്താ പറയാ അറിയോ? എന്താ പറയാ? സാഹിബത്തി വാക്ക്, എന്റെ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് നരകത്ത് കിട്ടാളി, എന്നെ കഴിച്ചിലാക്കി കളയുന്നു. ഖുർആനാണ്. അള്ള പറയാ നാളെ വരാൻ പോണ സംഗതി. നാളെ വരാൻ പോണെന്ന് അള്ള പറയുന്നുണ്ട്. ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല അവിടെ. ലാ യുസ്അലു ഹമീമുൻ ഹമീമ, ഒരു ഉറ്റ ബന്ധു മറ്റൊരു ഉറ്റ ബന്ധുവിനും ചോദിക്കൂല. അപ്പൊ അവനവന് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവനവന് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ ധർമ്മം അവർ ചെയ്യണം, അവരിൽ നിന്ന് ചെയ്യണം. ഭർത്താവ് ചെയ്യേണ്ടി വിചാരിച്ചിരിക്കണ്ട. ഭർത്താവ് ചെയ്യുന്ന ഭർത്താവിനെ കിട്ടുള്ളൂ, ഭാര്യയ്ക്ക് കിട്ടൂല. മനസ്സിലേ? ഭർത്താവ് ചെയ്യണത് ആർക്ക്? ഭർത്താവിന്റെ മുതലാണ് ഭർത്താവിന് കിട്ടും. ഭാര്യയ്ക്ക് മുതലുണ്ടോ? ഇല്ലാത്തതിന് കൊടുക്കണ്ട, ഉള്ളവര് കൊടുത്താൽ മതി. ഇൻ്റെതൊക്കെ ഞാൻ മൂപ്പరికి കൊടുത്തു, അവനെ മൂപ്പര് കൊടുത്തോട്ടെ വെച്ചാൽ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 10 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാണ്. അത് സ്വതക്കല്ല, അത് ഈ പറഞ്ഞിൽ പെടൂല, മുസദ്ദിഖാത്തിൽ പെടൂല. 10 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിന് 2.5% സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുത്തോളണം. അത് ആരാന്റെ ഹക്ക, അത് സ്വതക്കല്ല. 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് വിചാരിച്ചോളി. 1 ലക്ഷം ഉറുപ്പ്യക്ക് 2500 സക്കാത്ത്. 1 ലക്ഷം ഉറുപ്പ്യക്ക് 2500 സക്കാത്ത് കൊടുക്കണം. 10 പവന് 10 പവന് ഇപ്പൊ എത്രയാണ് വില എന്ന് വിചാരിച്ചോളി. 10 പവന് 10 ലക്ഷം കൂട്ടിക്കോളി, അങ്ങനെ വിചാരിക്കാം നമുക്ക്. 10 ലക്ഷം ഉറുപ്പ്യ ആണെങ്കിൽ അതിന്റെ 2.5% എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ഒരു പെണ്ണ് കൊടുത്തിരിക്കണം, സക്കാത്താണ്, നിർബന്ധമായിട്ട് കൊടുക്കണം. അതിന്റെ ബാക്കി നാണ് എന്ത് കൊടുക്കണ്ടേ? സ്വതക്ക. മുസദ്ദിഖിനെ സദക്ക കൊടുക്കണ പെണ്ണാ. ഇവിടെ സ്വതക്ക കൊടുക്കണ ആണ് എന്നല്ല പറഞ്ഞേ, ആണോ? പിന്നെന്താ പറഞ്ഞേ? ആണും പെണ്ണും. സുബ്ഹാനല്ലാഹ്, പഠിച്ചോളി. സ്വതക്ക കൊടുക്കണ ആണും സ്വതക്ക കൊടുക്കണ പെണ്ണും. പല പെണ്ണുങ്ങളെ വിചാരം ഞങ്ങൾക്കാർക്കും സ്വതക്ക കൊടുക്കൽ ബാധ്യത ഇല്ലാന്നാണ്. അങ്ങനല്ല. ഇന്ന് ഖുർആൻ ക്ലാസ്സിന് വന്ന് പെണ്ണുങ്ങൾ അടങ്ങാറായി എന്ന് പറയണ്ട, ഖുർആനിൽ ഉള്ളത് പറയണം. അള്ളാഹ് പറഞ്ഞു തരുന്ന കാര്യമാണ് പറഞ്ഞത്. സ്വതക്ക കൊടുക്കണ ആണും സ്വതക്ക കൊടുക്കണ പെണ്ണും. ഓക്കെ. ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാത്തി അഖറദുല്ലാഹ ഖർളൻ ഹസന. നിങ്ങൾ കൊടുക്കണേ നഷ്ടപ്പെടൂല, നിങ്ങൾ കൊടുത്ത സ്വതക്ക നഷ്ടപ്പെടില്ല. അത് നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കണേ കടമാണ്. അള്ളാഹ്ക്ക് കൊടുക്കണ കടമാണ്. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ കൊടുത്തതേ തിരിച്ചു വാങ്ങാവൂ. അധികം വാങ്ങിയ എന്താ? പലിശയാണ് അല്ലെ? എന്നാൽ അള്ളാഹ്ക്ക് കൊടുക്കണ കടം അള്ള ഇരട്ടി തരും. അതിന്റെ ബാക്കി വായിക്കും. വഖറദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഅഫു ലഹും. അവർക്ക് അള്ള തിരിച്ച് ഇരട്ടിയാ കൊടുക്കുക. കണ്ടാ? ലഹും അജ്റുൻ കരീം. അവർക്ക് മഹത്തായ വമ്പിച്ച മാന്യമായ പ്രതിഫലവുമുണ്ട്. മനസ്സിലാണ്ട പറഞ്ഞത്? ഇതിന്റെ ഓർഡറാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ സമ്പത്തൊന്നും ദുനിയാവിൽ ശാശ്വതമാണ് എന്ന് വിചാരിക്കുന്ന അല്ലേ? മരിച്ചാൽ, ഒരു പെണ്ണ് മരിച്ചാൽ ആദ്യം എന്താ ചെയ്യുക? ഒരു പെണ്ണ് മരിച്ചാൽ, ഒരു സ്ത്രീ മരിച്ചാൽ ആദ്യം എന്താ ചെയ്യുക? ഒരു പെണ്ണ് മരിച്ചാൽ ആദ്യം എന്താ ചെയ്യുക? നിങ്ങളെ പേരിൽ ആരും പെണ്ണുങ്ങളാരും മരിച്ചിട്ടില്ല. ആ പെണ്ണിൻ്റെ ശരീരത്തിലെ സ്വർണങ്ങൾ വെട്ടിയെടുത്ത് വെക്കും, ഊരിയെടുത്ത് വെക്കും. ആദ്യം സ്വർണം ഊരിയെടുത്തതിന് ശേഷം ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുക. മനസ്സിലായില്ലേ? അത് പിന്നെ പോയി ഈ പല വെല്ലിമാരെ കാത് കണ്ടില്ലേ നിങ്ങൾ? പഴയ വെല്ലിമാരെ കാതിൽ ചുറ്റിട്ടിട്ട് ഇതുവരെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഒരു ചുറ്റ് പോലും ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഈ വെല്ലിമ്മ മരിച്ചാൽ ആദ്യം പെട്ടെന്ന് ചിറ്റ, പിന്നെ മക്കൾ തമ്മിൽ ഈ ചിറ്റിനേക്കാരം തിരക്കൂടുക, പിന്നെ അവിടുത്തെ അടി ചിറ്റിനേക്കാരം.
വല്യമ്മക്ക് എന്തേ കിട്ടി? വല്യമ്മ ജീവിച്ചിരിക്കുമ്പോൾ തൊടാൻ സമ്മതിച്ചിട്ടില്ല. അതേസമയം ജീവിച്ചിരിക്കുന്ന സമയത്ത് വല്യമ്മ അതിൽ നിന്ന് ഒന്ന് ഊരിങ്ങാണ്ട് ഒരു പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹു തആല ചില ആൾക്കാർക്ക് കൊടുക്കണം. ഈ പിന്നെ രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അറിയില്ല, കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡർ. അവർക്ക് എത്ര ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഹൈവേയിൽ ഒരു പള്ളി വന്നാണ്, ഹൈവേയിൽ ഒരു പുതിയ പള്ളി. അപ്പോൾ അവിടെ ഞാനവിടെ ഖുർആൻ ക്ലാസ് അതേമാതിരി ക്ലാസ് എടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ് ഇല്ല, പിന്നെ ഇങ്ങനെ അസുഖമായപ്പോൾ 4-5 ക്ലാസ് നിർത്തിയ കൂട്ടത്തിൽ പെട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിൽ അവിടുത്തെ നമ്മളെ ഈ ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആൾക്കാർ പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. അവിടെ ഈ പള്ളി ചെറിയൊരു വീടായിരുന്നു. ആ വീടായിരുന്നു പള്ളിയാക്കിയത്. പിന്നെ ആ വീട് പൊളിച്ച് വലിയ പള്ളി ഉണ്ടാക്കി. അപ്പം ഈ ഹൈവേയിലാകുമ്പോൾ ആൾക്കാർ ധാരാളം വരും. അപ്പോൾ അവരെ ഈ ചെറിയ കിണറിൽ വെള്ളം പോരാ. അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ മതിലിൻ്റെ അപ്പുറത്ത് വലിയൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ ഈ പള്ളിയോട് അത്ര ഒരു ബന്ധമുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളോ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ട്, ഈ ചോദിക്കാൻ മടിയുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പോയി ചോദിച്ചാൽ തരാണെങ്കിൽ തരട്ടെ. അങ്ങനെ അവരൊരു സുബീസ്കാരം കഴിഞ്ഞ ശേഷം പോയിട്ട് ഇങ്ങനെ പള്ളി വലുതാക്കി വെള്ളം കുറവാണെന്നൊക്കെ പറഞ്ഞപ്പം മൂപ്പര് പറഞ്ഞു, ആ കിണർ നിങ്ങൾ എടുത്തോളിയായിരുന്നു. അന്ന് ഉച്ചക്ക് അദ്ദേഹം മരിച്ചു. ആ കിണർ നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ആ വ്യക്തി മരണപ്പെട്ടു. എന്താണ് ആ യാത്രക്കാരും ആ നാട്ടുകാരുമായ നൂറുകണക്കിന് ആളുകൾക്ക് ഉളു ഉണ്ടാക്കാൻ വേണ്ടി ജാരിയായ ഒരു സദക്ക കൊടുത്തിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയി. അത് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ്. നമ്മൾ കൊടുത്താൽ ഒരിക്കലും സഹോദരങ്ങൾ അതിനൊരു കുറവും വരില്ല. അള്ളാഹ് ഇരട്ടിയായിട്ട് തരികയുള്ളൂ. അതാണ് ഈ പറഞ്ഞ ആയത്ത്. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നു. ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവരാണ് സിദ്ദീഖുകൾ, അവരാണ് സത്യസന്ധന്മാർ. സിദ്ദീഖുകൾ എന്ന് പറഞ്ഞതാണ്. വശുഹദാ ഇൻദ റബ്ബിഹിം, റബ്ബിൻ്റെ അടുക്കലെ രക്തസാക്ഷികളും അവരാണ്. ലഹും അജ്റുഹും വനൂറുഹും, അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്, അവരുടെ പ്രകാശമുണ്ട്. വല്ലദിന കഫറു വകദ്ദബു, കളവാക്കി നിഷേധിച്ചു. പിന്നെ ആയാത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കളവാക്കി നിഷേധിച്ചു. ഉലൈക അസ്ഹാബുൽ ജഹീം, അവരാണ് നരകക്കാർ. ഈ ഇലമോ മനസ്സിലാക്കിക്കോ. എത്രാമത്തെ ഇലമോണ് നമ്മൾ വായിച്ച ആയത്തുകൾ? എത്രാമത്തെ ഇലമോണ് വരുന്നത്? 2ാമത്തെ ഇലമോ. ഇലമു നന്നായിട്ട് മനസ്സിലാക്കിക്കോ. അന്നമൽ ഹയാത്ത് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം ലഇബുൻ വലഹുവൻ, കുറെ കളിയും തമാശയും വിനോദമാണ്. വസീനത്തിന് കുറെ അലങ്കാരമാണ്. തഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ പൊങ്ങച്ചം പറയലാണ്. തക്കാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളെ കാര്യത്തിലും മുതലിന്റെ കാര്യത്തിലും വലിപ്പം പറയലുമാണ് ദുനിയാവ്. സുബ്ഹാനല്ലാഹ്, എത്ര സത്യമാണ്. എനിക്കെത്ര മക്കളുണ്ട്. എൻ്റെ മകൻ ഒരാൾ അമേരിക്കയിൽ, ഒരാൾ ഇവിടെ, ഒരാൾ അവിടെ. മക്കളെ വർത്താനം പറയാം. എനിക്ക് അവരുടെ സ്ഥാപനം, അവരുടെ മുതലിൽ വർത്താനം പറയാം. തഫാഖുർ. പിന്നെ കുറെ കളിയും വിനോദവും ചിരിയും കളിയും. ഇതാണ് ജീവിതം, അല്ലേ? ആണോ? ഇതാണ് ദുനിയാവിലെ ജീവിതം. കമസലി ഗൈസിൻ, ഒരു മഴ പോലെ. സുബ്ഹാനല്ലാഹ്, ഗൈസ് എന്നാണ് മഴ, ഒരു മഴ പോലെ. അഅജബൽ കുഫാർ നബാതുഹു, വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് കർഷകർക്കൊക്കെ മഴ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അവരാകെ അത്ഭുതപ്പെട്ടു. അങ്ങനെ അവരെ ചെടികളൊക്കെ വലുതായി. അവരെ ചെടികളൊക്കെ, ആ കർഷകന്റെ വിത്തുകളൊക്കെ മുളച്ചു. അങ്ങനെ എമ്പാടും ഫലങ്ങളൊക്കെ കിട്ടി. തുമ്മ യഹീജു, പിന്നെ അത് ഉണങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങി. ഇപ്പം തറാഹു മുസ്ഫറ, മഞ്ഞ വർണ്ണമായി. തുമ്മ യക്കൂന് ഹുത്താമ, പിന്നെ അത് വൈക്കോലായി. സുബ്ഹാനല്ലാഹ്. എങ്ങനെ മഴണ്ട് പെയ്തപ്പം നന്നായിട്ട് പച്ചപ്പ് വന്നു, നന്നായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ ഉഷാറായി. പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? വർണ്ണം പച്ച പോയി മഞ്ഞയായി, മുസ്ഫറായി, മഞ്ഞ വർണ്ണം ബാധിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ഹുത്താമായി. അല്ലേ? നമ്മളും അങ്ങനെയാണ്. ഈ ചോരത്തിളപ്പുണ്ടല്ലോ, ഇതൊക്കെ കണ്ട് കഴിയും. കുറച്ചൊന്ന് കഴിയുമ്പം നമ്മുടെ ശരീരവും മഞ്ഞ വർണ്ണമായി, വയസ്സായി, തൊലികളൊക്കെ നുരുമ്പി, പിന്നെ തീർന്നു, പിന്നെ ചവറായി. പിന്നെ നമ്മളാർക്കും വേണ്ടി വരില്ല, മക്കൾക്ക് വരെ വേണ്ടി വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന അവസ്ഥ വരും. ഒന്ന് മരിച്ചിട്ടാ മതിയെന്ന് പറയും. ബാക്കിയുള്ളവർക്ക് വരെ നമ്മൾ ഭാരമായിട്ട് മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്, പരലോകത്ത് കഠിനമായ ശിക്ഷയുള്ളത്. എന്തിനായിരുന്നു ഈ മഴ? ഓരോ മഴത്തുള്ളിയും വർദ്ധിപ്പിക്കേണ്ട ഈമാനുണ്ട്. ആ ഈമാൻ വർദ്ധിച്ചിട്ടില്ല. ആ വർദ്ധിക്കാത്ത ആളുകൾക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയാണ്. വമഗ്ഫിറത്തു മിനല്ലാഹി വരിദ്വാൻ, എന്ന ചില ആൾക്കാർക്ക് മഗ്ഫിറത്ത് റിദ്വാനുണ്ട്. അള്ളാഹ് പുറത്തു കൊടുക്കുകയും ചെയ്യും, അള്ളാഹിന് തൃപ്തി ഉണ്ടാകും. അതായിരിക്കാം
രണ്ട് തരം ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് മഴൻ്റെ ഭൗതിക സൗന്ദര്യം ആസ്വദിച്ച് ജീവിച്ച് മരിച്ചു പോയവർക്ക് വരാൻ പോണത് എന്താണ്? ശിക്ഷയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കി പാഠം ഉൾക്കൊണ്ട് അതിന്റെ സന്ദേശം മനസ്സിലാക്കി ജീവിച്ചവർക്ക് അള്ളാഹ് പുറത്തും കൊടുക്കും, അള്ളാഹിന്റെ തൃപ്തിയും ഉണ്ടാകും. വരുവാൻ അമൽ ഹയാത്തി ദുനിയ മനസ്സിലാക്കിക്കോളി. ഇല്ലാ മത്താഹുൽ ഖുറൂർ, ചതിക്കുന്ന വഞ്ചനയുടെ ചരക്ക, ആളെ പറ്റിക്കുന്ന വിഭവമാണ് ദുനിയാവ്. ഇതാരാ പറഞ്ഞിരുന്നത്? നമുക്ക് മക്കൾ തന്ന ദുനിയാവ് തന്ന മുതൽ തന്ന സമ്പത്ത് പടച്ചോനാ പറഞ്ഞത്. മുതലാരാ നമ്മളെ കയ്യിൽ തന്നത്? അല്ല. ദുനിയാവ് ആരാ തന്നത്? അല്ല. അങ്ങനെ അല്ല പറയാ, ശ്രദ്ധിച്ചോളി, ഇത് നിങ്ങളെ പറ്റിക്കണ ചരക്കാണ് കേട്ടോന്ന്. അമൽ ഹയാത്തി ദുനിയ ഇല്ലാ മത്താഹുൽ ഖുറൂർ, വഞ്ചിച്ച് കളയും, നമ്മളെ പറ്റിക്കുന്ന ചരക്കാണ് ദുനിയാവ്. അതുകൊണ്ട് സാബിക്കൂ, ഓടിക്കോളി, സാബിക്കൂ, മത്സരിച്ചോളി, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. എന്തിനു മത്സരിക്കണം? റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിന്, മഗ്ഫിറത്തിന് വേണ്ടി മത്സരിക്കുക. വജന്നത്തിൻ, സ്വർഗം കിട്ടാൻ വേണ്ടി മത്സരിച്ചോളി. അർളുഹാ കഅർളി സമാഇ വൽ അർള്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം കിട്ടാൻ മത്സരിച്ചോളി. ഉഇദ്ദത്തിൽ ലില്ലദീന ആമനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലും വിശ്വസിച്ച ആൾക്കാർക്ക് ഒരുക്കി വെച്ച സ്വർഗമാണത്. ദാലിക ഫദ്ലുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. എല്ലാവർക്കും കിട്ടുമോ? കിട്ടൂല. യുതീഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ. വല്ലാഹു ബിൽ ഫദ്ലിൽ അലീം, അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. അപ്പോ മഴ നൽകണ മൂന്നാമത്തെ സന്ദേശം എന്താണ്? ഈ ദുനിയാവ് ശാശ്വതമല്ല എന്ന് പഠിക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഈ ആയത്തിൽ മുഴുവനും അള്ളാഹു പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രകാരം ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല ഈ ആയത്തുകളുടെ അർത്ഥമനുസരിച്ച് ആയത്തുകൾ ആശയമനുസരിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല രോഗികളായ ആളുകൾക്ക് രോഗശമനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഈമാനോട് തഖ്വയോട് കൂടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടാതെ എന്നും അത് അള്ളാഹു നടത്തി തരുമാറാവട്ടെ. അത് തേടി വരാനുള്ള ഒരു ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇത് ഭാരമായി മാറുന്ന, പ്രയാസമായി മാറുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമുക്കെല്ലാവർക്കും കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് നമ്മളിവിടെ ഇരുന്ന് പഠിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തവും ഈ സമയവും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ ഖബറിലേക്കുള്ള പ്രകാശമാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. പരലോകത്തേക്കുള്ള വലിയ സമ്പത്താക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.